CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസിൽ വെച്ച് വയോധികനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. തിരക്കേറിയ ബസിൽ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും മുന്നിൽ വെച്ചാണ് ഇയാൾ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. റോഡ് നവീകരണവും മഴയും കൂടിയായതോടെ ഗതാഗത കുരുക്കിലമർന്ന് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാത. അനങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പാർക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 29 മുതൽ 4 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 83 സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. ബസിൽ വെച്ച് വയോധികനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. തിരക്കേറിയ ബസിൽ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും മുന്നിൽ വെച്ചാണ് ഇയാൾ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. താഴേക്കോട് ബിഡാത്തി സ്വദേശി ബാവയാണ് പിടിയിലായത്. തമിഴ്നാട് തേനിക്കടുത്ത് കമ്പത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. തിരക്കേറിയ ബസിൽ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും മുന്നിൽ വെച്ചാണ് ഇയാൾ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവം തടയാൻ ശ്രമിച്ച യുവാവിനെ ഇയാൾ വിരട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബസിൽ നിന്നും പിടിച്ചിറക്കിയും വയോധികനെ മർദ്ദിച്ചു. മൂക്കിന് പരിക്കേറ്റ ഇദ്ദേഹം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 29 മുതൽ 4 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 83 സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. 4 ദിവസങ്ങളിലായിട്ടാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കലോത്സവം അരങ്ങേറുക. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം 30 രാവിലെ 10 മണിക്ക് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിക്കും. ചടങ്ങിൽ ഒറ്റപ്പാലം MLA K പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 8 പ്രധാന വേദികളും 12 ചെറുവേദികളിലുമായാണ് കലോത്സവം നടക്കുക. ഉപജില്ലയിലെ 80-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികളാണ് 4 ദിവസത്തെ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. മത്സരാർത്ഥികൾക്കുള്ള ഭക്ഷണമടക്കം വിപുലമായ ഏർപ്പാടുകളാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. വളരെ കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു പരിപാടി നൽകുന്നത് 4 ദിവസങ്ങളിലായി 6000-ഓളം പ്രതിഭകളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത്. 8 പ്രധാന വേദികളും 12 ചെറിയ വേദികളുമായിട്ടാണ് ഇവരൊക്കെ തന്നെ മത്സരം ക്രമീകരിച്ചത്. വളരെ ചിട്ടയോടുകൂടിയും സമയബന്ധിതമായും നടത്തിയെടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ സംഘാടക സമിതി ചെയ്തിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും നിങ്ങളെല്ലാവരും നാട്ടുകാരുടെയും പ്രതിഷേധ വ്യാപാരി വ്യവസായികളുടെ സമൂഹത്തിൻ്റെയും വലിയ പിന്തുണ നല്ല രീതിയിൽ നടത്തിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് ആവശ്യമാണ്. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ, PTA പ്രസിഡന്റ് P റഹീം, SMC ചെയർമാൻ സിദ്ദിഖ് പ്രക്കാടൻ, MPTA പ്രസിഡന്റ് റീത്ത, പ്രിൻസിപ്പാൾ P അബ്ദുൾ സലീം, AEO E രാജൻ, ഹെഡ് മിസ്ട്രസ് PK ഷീജ, PTA വൈസ് പ്രസിഡന്റ് സുബീഷ്, മീഡിയ പബ്ലിസിറ്റി കൺവീനർ O പ്രേംജിത്ത് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. റോഡ് നവീകരണവും മഴയും കൂടിയായതോടെ ഗതാഗത കുരുക്കിലമർന്ന് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാത. അനങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പാർക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
റോഡ് നവീകരണം നടക്കുന്നതിനാൽ മഴയിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ വാഹനങ്ങൾക്ക് ഒരു വശത്തിലൂടെയാണ് കടന്നുപോകാൻ സാധിച്ചിരുന്നത്. കുരുക്ക് രൂക്ഷമായതിനാൽ ഇതിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി തുറന്നു നൽകി. ഗതാഗതം നിയന്ത്രിക്കുന്നതിനും തൊഴിലാളികളും രംഗത്തുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് ഏറെ തിരക്കുള്ളത്. അനങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഇതിന്റെ തിരക്കുമുണ്ട്. അതുകൊണ്ടുതന്നെ ഈ ഭാഗത്ത് വ്യാഴാഴ്ച വരെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിൽ അനങ്ങനടി പെട്രോൾ പമ്പ് മുതൽ KM ഓഡിറ്റോറിയം വരെ വാഹനങ്ങൾ നിർത്തിയിടാൻ അനുവദിക്കില്ല. സ്കൂൾ ബസ്സുകൾ KM ഓഡിറ്റോറിയത്തിൽ പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ വാണിയംകുളം റോഡിൽ പാർക്ക് ചെയ്യേണ്ടതാണെന്നും പോലീസ് അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. 35 വർഷക്കാലത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം മണ്ണമ്പറ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന പോസ്റ്റ്മാൻ സദാനന്ദന് ദേശവാസികളും സഹപ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. വാർഡ് മെമ്പർ ലിനി ഉദ്ഘാടനം ചെയ്തു. സദാനന്ദ ആദ്യകാലങ്ങളില് കമ്പികൾ കൊണ്ടുപോയി കൊടുത്തിരുന്ന വീടുകളില് ടെലഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. ആ ഒരു കാലത്ത് ഇത് കാത്തിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റ്മാൻ വരുന്നതും അത് നോക്കിയിരിക്കുന്ന ഒരു വലിയൊരു തലമുറ അന്നത്തെ കാലത്തുണ്ട്. പക്ഷെ ഇന്ന് അതിനോട് അത്ര പ്രാധാന്യമില്ല. എന്നാലും ഈ 35 വർഷം സദാനന്ദേട്ടൻ നല്ല രീതിയിൽ നമ്മുടെ മണ്ണമ്പറ്റയില് സേവനം നടത്തി നല്ല ഒരു രീതിയിൽ തന്നെ വിരമിക്കുകയാണ്. ഇനി വിരമിക്കുന്ന ഈ അവസ്ഥയില് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരാണ്. ഭാവിയില് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അവരുടെ കുടുംബജീവിതത്തിലും കുട്ടികൾക്കും മക്കൾ എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിക്കണം. ഔദ്യോഗിക ചടങ്ങുകളും നാട്ടുകാരുടെ സ്നേഹാദരവുകളും നിറഞ്ഞതായിരുന്നു യാത്രയയപ്പ് സമ്മേളനം. ചടങ്ങിൽ മണ്ണമ്പറ്റ് പോസ്റ്റ് ഓഫീസ് BPM രാധ അധ്യക്ഷത വഹിച്ചു. നാട്ടുകാർ സ്നേഹോപഹാരം നൽകി സദാനന്ദനെ ആദരിച്ചു. മണ്ണമ്പറ്റ് പോസ്റ്റ് ഓഫീസ് ABPM അമ്പിളി സ്വാഗതം പറഞ്ഞു. T. അരവിന്ദാക്ഷൻ, TN നീലകണ്ഠൻ, വാക്കട ഉണ്ണികൃഷ്ണൻ, VN കൃഷ്ണൻ, രാജേഷ് പാർത്തല, മെയിൽ ഓവർസിയർ പ്രഭാകരൻ, തടമ്പഴിപ്പുറം പോസ്റ്റ് മാസ്റ്റർ രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. യാത്രയയപ്പിന് മറുപടി പറഞ്ഞ് പോസ്റ്റ്മാൻ സദാനന്ദൻ പ്രസംഗിച്ചു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ വികസന സദസ് 28-ന് ചൊവ്വാഴ്ച നടക്കും. മഞ്ചക്കൽ ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നതിനാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭ വികസന സദസ് ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ കായിക വകുപ്പ് മന്ത്രി P. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നഗരസഭ പുറത്തിറക്കുന്ന വികസന പരിപ്രേക്ഷ്യം പുസ്തകമായി ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നത് നാളെ ആ സദസ്സിൽ വെച്ച് ആളുകൾ കൈമാറും. കഴിഞ്ഞ 5 വർഷം ഈ ഭരണസമിതി നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം, അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയ വൻകിട പദ്ധതികൾ, ഇവയൊക്കെ തന്നെ ചർച്ചയാവും. ചടങ്ങിൽ വെച്ച് ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും നഗരസഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ആദരിക്കും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈനും ഇതേക്കുറിച്ച് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തിയത് സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണെന്ന് ഷാഫി പറമ്പിൽ MP. പുലാപ്പറ്റ് ഉമ്മനഴിയിൽ സംഘടിപ്പിച്ച PS അബ്ദുൽ ഖാദർ അനുസ്മരണം
ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ വെച്ചിട്ട് അരികുന്ന മാഷൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ എനിക്കിത് പറ്റി, എന്നിട്ട് ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്ന എന്തോ മഹാകാര്യമാണ് എന്നുള്ള തരത്തിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ PS ആണ്. കാരണം ഡയാലിസിസിന് പോകുമ്പോൾ INTUC യോഗം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിട്ട് പോകുന്ന, ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോൾ വിശ്രമിക്കുന്നതിന് പകരം പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിലും പങ്കെടുക്കുന്ന PS അബ്ദുൽ ഖാദറിന്റെ അനുസ്മരണമാണ് നമ്മളിവിടെ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ സ്വന്തം ജീവനും ജീവിതവും ആരോഗ്യത്തെക്കാൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്ന നേതാവിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്കാണ് കടന്നു വന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ദീർഘമായ പ്രസംഗം ഇപ്പം നടത്താൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും വരും. തീർച്ചയായിട്ടും ചന്ദ്രേട്ടൻ സൂചിപ്പിച്ചതുപോലെ പേരിനൊപ്പമുള്ള അക്ഷരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് 3 ആണെങ്കിലും 2 ആണെങ്കിലും നാളെ ഒന്നും ഇല്ലാതാണെങ്കിലും എൻ്റെ മേൽവിലാസത്തിൽ പാലക്കാടിനെ എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ തന്റെ മൂക്കിന്റെ പാലം തകർത്തതുകൊണ്ട് കഴിയില്ലെന്നും പ്രതിഷേധവുമായി കോൺഗ്രസ് ശക്തമായി തന്നെ നിലകൊള്ളുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, P. ഹരിഗോവിന്ദൻ, മരക്കാർ മാരായമംഗലം, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സെക്രട്ടറി സുരേഷ് തെങ്ങിൻതോട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PT. അജ്മൽ, എൽദോ, ജസീൽ, പാഞ്ചാലി, PA. കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കുമരമ്പത്തൂർ മേലാറ്റൂർ സംസ്ഥാന പാതയിലെ മണ്ണാർക്കാട് അരിയൂരിൽ കോഴിവണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. കോട്ടോപ്പാടം അമ്പാഴക്കോട് ചാലിയ തറക്കൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൻ 20 വയസ്സുള്ള ഷനൂബാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഷനൂബ്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCN ചെത്തല്ലൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിശ്വാസ സംരക്ഷണ ദീപം തെളിയിച്ച് KPCC വിചാർ വിഭാഗം മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് AP അനിൽകുമാർ MLA ആവശ്യപ്പെട്ടു. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരമൊരു വിശ്വാസ ദീപം തെളിയിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാം നടത്തുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ അനുസരിച്ച് വിചാര വിഭാഗം കാര്യങ്ങൾ ഈ പ്രോഗ്രാം സൂചിപ്പിച്ചുകൊണ്ട് KPCC വിചാർ വിഭാഗ് വൈസ് പ്രസിഡന്റ് സക്കീർ ആദവനാട് അധ്യക്ഷത വഹിച്ചു. PK ബിജു, ബാബുരാജ്, മുജീബ്, സക്കീർ, രാജേന്ദ്രൻ നായർ, റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി. CCN മലപ്പുറം. അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂളിൽ കുട്ടികൾ കൃഷി ചെയ്ത ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി. 18ാം വാർഡ് മെമ്പർ P. ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ 3 സെന്റ് സ്ഥലത്താണ് കുട്ടികളുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ഒരുക്കിയത്. പടവലം, പാവൽ, വെണ്ടയ്ക്ക, പച്ചമുളക്, പയർ, മത്തൻ, കായ, കയ്പ, വാഴ തുടങ്ങിയവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്തത്. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെയും നല്ല വിളവ് നേടാമെന്ന് ഈ കൃഷിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി കുട്ടികൾ പറഞ്ഞു. പ്രധാനാധ്യാപിക P. സന്ധ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മലപ്പുറം AR നഗർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്. AR നഗർ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ AR നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കൊണ്ടാണത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ വീഡിയോ പ്രദർശിപ്പിക്കും. അതുപോലെ ഈ 5 വർഷം വിവിധ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ പരിധിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാറുണ്ട്. അത് തുടർച്ചയായി വരുന്ന ഭരണസമിതികൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ
അതുപോലെ നമ്മുടെ ശുദ്ധജലം നമ്മുടെ 2 ഭരണസമിതിയിലും കൂടി ഉൾപ്പെട്ട് ലാസ്റ്റ് അത് പൂർത്തീകരിച്ച് 3 ഏരിന്റെ ശുദ്ധജല വിതരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. അതുപോലെ ഹോമിയോ, ആയുർവേദിക്, അലോപ്പതി ഇത്തരം കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഫണ്ട് വിനിയോഗിച്ച് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി രമേശ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ പുനത്തിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലൈല പുല്ലൂണി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജിഷ, പ്രസിഡന്റുമാർ, ബ്ലോക്ക് മെമ്പർമാർ, മുൻ സെക്രട്ടറി ജയൻ, വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ, കായിക, കാർഷിക തുടങ്ങി വിവിധ മേഖലയിൽ പഞ്ചായത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്ററി പ്രദർശനവും സംസ്ഥാന സർക്കാരിന്റെ വീഡിയോ പ്രദർശനവും നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശ, അംഗൻവാടി, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. വിജിലൻസ് അവബോധ വാരാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ചൊവ്വാഴ്ച മലപ്പുറം ഗവൺമെന്റ് കോളേജ് PG ഹാളിൽ നടക്കും. SBI റീജിയണൽ മാനേജറാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. SBI മലപ്പുറം റീജിയണൽ ബിസിനസ് ഓഫീസ് സംഘടിപ്പിക്കുന്ന ഈ വർക്ക്ഷോപ്പ് വൈകുന്നേരം 3:30-നാണ് ആരംഭിക്കുക. സൈബർ കുറ്റകൃത്യങ്ങളും മണിമ്യൂൾ അക്കൗണ്ടുകളും, അപകട സാധ്യതകൾ, മുന്നറിയിപ്പുകൾ, പ്രതിരോധം എന്നതാണ് ക്ലാസിന്റെ വിഷയം. ജില്ലയിലെ കോളേജുകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും പ്രിൻസിപ്പാൾമാർക്കുമായാണ് മുഖ്യമായും വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളെയും ബാധിക്കുന്ന സൈബർ തട്ടിപ്പുകളുടെ രീതികളെക്കുറിച്ച് തിരിച്ചറിയുക, മണിമ്യൂൾ റിക്രൂട്ട്മെന്റുകൾ തിരിച്ചറിയാനും തടയാനും സഹായിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവബോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ അവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ മോഡസ് ഓപ്പറാൻഡികൾ, എങ്ങനെയാണ് നമുക്ക് തടയാൻ കഴിയുക, മണിമ്യൂൾ അക്കൗണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ മണിമ്യൂൾ അക്കൗണ്ടിൽ വരുന്ന ക്രെഡിറ്റുകൾ മിക്കവാറും ഏതെങ്കിലും ഒരു സൈബർ ക്രൈം, വലിയൊരു സൈബർ ക്രൈം നടന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ എമൗണ്ടുകളാണ് ഇങ്ങനത്തെ മണിമ്യൂൾ അക്കൗണ്ടുകളിലേക്ക് പലപ്പോഴും വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഇത് 2 end-to-end ഒരു സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തടയാൻ കഴിയുള്ളൂ. അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ കോളേജുകളിലെയും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും പ്രിൻസിപ്പൽസിനെ വിളിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മൾ നടത്താനായിട്ട് പോവുകയാണ് നാളെ. വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോഡൽ ഓഫീസർ KT മനോജും പങ്കെടുത്തു. CCN മലപ്പുറം. PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിനെതിരെ KPSTA മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മതേതര വിദ്യാഭ്യാസ പാരമ്പര്യത്തെ തകർക്കുന്ന PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറി കേരള ജനതയോട് മാപ്പ് പറയാൻ സർക്കാർ തയ്യാറാക്കണമെന്നും K. അബ്ദുൽ മജീദ് ആവശ്യപ്പെട്ടു. 17-ാം തീയതി വിദ്യാഭ്യാസ സെക്രട്ടറി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘികൾക്ക് തീരെഴുതി കൊടുത്ത ഒരു ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് PM ശ്രീ? നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം KPSTA ജില്ലാ പ്രസിഡന്റ് MP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CV സന്ധ്യ, ജില്ലാ സെക്രട്ടറി K. സുഭാഷ്, ട്രഷറർ KC ശ്രീജിത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK സതീശൻ, V. രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് ബുധനാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും പാർട്ടി ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടി പാർട്ടി സംസ്ഥാന കൺവീനർ PV അൻവർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ കാവ്യവൽക്കരിക്കപ്പെട്ടെന്നും ഇപ്പോൾ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ വിദ്യാഭ്യാസ വകുപ്പും കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നും തൃണമൂൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ കേരളത്തിന്റെ
വിദ്യാഭ്യാസ മേഖല കൂടി കാവ്യവൽക്കരിക്കപ്പെടുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് NEP നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കേരളത്തിൽ നടപ്പിലാക്കാനുള്ള MOUയിൽ ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പുവച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതായും നേതാക്കൾ അറിയിച്ചു. അഡ്വക്കേറ്റ് P സാജിദ് ബാബു, അലി കാടാമ്പുഴ, ഇസ്മയിൽ എരണിക്കൽ, കുഞ്ഞിമുഹമ്മദ് വെട്ടിച്ചിറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 35 ലക്ഷം രൂപയും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത്. നമുക്കില്ലാത്ത എന്തൊക്കെയോ സിദ്ധികൾ, ശേഷികൾ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. ആ മക്കളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ഒതുക്കുകയും ചെയ്യുന്നതിന് പകരം ആ സർഗശേഷിയും അവരുടെ ഭിന്നശേഷിയും പരിപോഷിപ്പിക്കാനും കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് ഏറ്റവും ഒടുവിൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അയമോ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാരായ ശാരദ മോഹൻദാസ്, TK നവാസ്, ഹംസക്കുട്ടി, മജീദ്, സിജ് ഹമീദ്, മുബാറക്, ജുബീല ലത്തീഫ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി, രാഷ്ട്രീയ നേതാക്കളായ N മോഹൻദാസ്, മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ. നിറമങ്ങിയ 4 വർഷങ്ങളല്ല, നിറപ്പകിട്ടാർന്ന 1 വർഷം എന്ന മുദ്രാവാക്യമുയർത്തി CPIM ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന ജാഥയ്ക്ക് തുടക്കമായി. പാലത്തോളിൽ വെച്ച് നടന്ന ചടങ്ങ് CPIM ജില്ലാ കമ്മിറ്റി അംഗം VT സോഫിയ ഉദ്ഘാടനം ചെയ്തു. P സുധീർ ബാബു ക്യാപ്റ്റനും P ഗോവിന്ദപ്രസാദ് വൈസ് ക്യാപ്റ്റനും അനിത പള്ളത്ത് മാനേജറുമായ ജാഥയാണ് പ്രദേശത്ത് പര്യടനം നടത്തുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മാനേജർക്കും പുറമെ S ശ്രീരാജ്, P അജിത് കുമാർ, M സോമൻ, T ഗോകുൽ, P രതീഷ് എന്നിവർ സംസാരിച്ചു. ആലങ്കൂട്ടത്തിൽ നടന്ന സമാപന പൊതുയോഗം VP മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസിൽ വെച്ച് വയോധികനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. തിരക്കേറിയ ബസിൽ വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും മുന്നിൽ വെച്ചാണ് ഇയാൾ വയോധികനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു.
റോഡ് നവീകരണവും മഴയും കൂടിയായതോടെ ഗതാഗത കുരുക്കിലമർന്ന് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാത. അനങ്ങനടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പാർക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 29 മുതൽ 4 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 83 സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫയാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.